ബന്ധുക്കളെ, ഞാൻ തന്നെ ഒന്ന് നേരിട്ട് കടത്തനാട്ടിൽ വരാം. കുറച്ചുനാളായല്ലോ അങ്ങോട്ടൊക്കെ ഒന്ന് കടന്നിട്ട്. ആ, പറ്റിയ സമയം. കാവിലുത്സവം, എല്ലാരെയും കാണാം കണ്ണു നിറയെ. സാരമില്ല, പറഞ്ഞോളൂ. തമ്പുരാന്റെ മകൾ ലോകൈക സുന്ദരിയാണ്. കാവിൽ ഉത്സവത്തിന് മാത്രമേ വരാറുള്ളൂ. കേളപ്പൻ നമ്പ്യാർ ആ കുഞ്ഞിക്കന്റിയെ ഒന്ന് കണ്ടാൽ കളറിയിൽ കയറരുതെന്ന് പറഞ്ഞ് അവമാനിച്ച കടത്തനാടിനെ അതിലേറെ ഈ കേളപ്പൻ അവമാനിക്കും. കുഞ്ഞിക്കന്നി എടാ പൊന്നുമോന്, അച്ഛനെടുത്തപ്പോ കരച്ചില്ലോ, അമ്മയുടെ എടുത്തപ്പോ കരഞ്ഞില്ലല്ലോടാ. അവന്റെ ഈ കൈ എന്റെ കൈയേക്കാൾ കരുത്തുള്ളതായിരിക്കും അല്ലേടാ മോനെ. അപ്പം വേണം, അട വേണം, അമ്പാടി കുഞ്ഞിന് ചോറൂണ്. അമ്പാടിയേ, അമ്പാടി കുഞ്ഞേ. മോന് പേരും വെച്ചോ? ആഹാ, അമ്മയും ഇളയമ്മയും കൂടെ പേര് പറഞ്ഞു പാടുന്നത് കേട്ടു. ആ പേര് തന്നെ ഇരുന്നോട്ടെ അവന്, അമ്പാടി. അവൻ ഉറങ്ങാൻ തുടങ്ങി തോന്നുന്നു. മോഹിനിയാട്ടം കാണുന്ന മോഹിനി കുഞ്ഞിക്കൻ. നമുക്ക് പോവാം. അതാ അവർ പോകാൻ ഒരുങ്ങുകയാണ്. വഴിമാറ്. പല്ലക്കിൽ കയറിക്കോ, ജീവൻ വേണം പല്ലക്കിൽ കയറിക്കോ. മാറി നിൽക്ക്. വയനാട്ടിലെ പൊന്നാപുരം കോട്ട കേളപ്പൻ നമ്പ്യാരുടെ വല്ലക്കാണ്, കയറിക്കോ. മടിക്കണ്ട, കയറാൻ. ആരായാലും ശരി, വഴിമാറി നിൽക്കാനാണ് പറഞ്ഞത്. വലിയ കടത്തനാട്ട് തമ്പുരാന്റെ മകളല്ലേ, കേളപ്പന്റെ വല്ലക്കിൽ കയറാം. നാണമാകുന്നില്ല ഒരു പെണ്ണിനോട് എതിർക്കാൻ? ഇതായിരിക്കും പൊന്നപുരം കൊട്ടക്കാരുടെ വീര്യം. എന്ത് പറഞ്ഞു?
ആര്? പൊന്നാപുരം കേളപ്പൻ. എടാ ദ്രോഹി, അവനത് ചെയ്തോ? കടത്തനാട്ട് കേപ്പെട്ട പടനായകന്മാരുണ്ട്, എന്നിട്ടും ഒരു അന്യനാട്ടുകാരൻ തമ്പുരാന്റെ മകളെ പിടിച്ചുകൊണ്ടു പോവുകയോ? കണ്ടാച്ചേരി വരൂ. ആ വഞ്ചകനെ ചങ്ങാതി, ഇരുട്ടായി. അവർക്ക് ചില സ്വകാര്യ വഴികളുണ്ട്. ഏത് വഴിക്കാണ് പോയതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് പുലരട്ടെ, ആലോചിച്ച് പുറപ്പെടാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. കടത്തനാട്ടുകാർ ഇതിന് പകരം വിട്ടും തമ്പുരാട്ടിയെ വീണ്ടെടുക്കും. ആ നീചനെ നിലംപതിപ്പിക്കും. കാവിലമ്മയാണ് സത്യം. ഒരു പാട്ടക്കാരൻ വന്നിരിക്കുന്നു. എന്റെ ചവത്തുമേൽ ചവിട്ടിയെന്ന് ആ പ്ലാവിൽ കയറും. അങ്ങനെയൊന്നും വരട്ടെ മാണി. ഇത് കരുവാഞ്ചേരി എം എൻ നായരുടെ കൽപ്പനയാണ്, ജന്മിയുടെ കൽപ്പന. ജന്മി തുപ്പി പറഞ്ഞാലുണ്ടല്ലോ. എന്താ എന്താണെന്ന് 100 തവണ തുപ്പും. നീ പോയി പറ നിന്റെ ജന്മിയോട്. ഇത്രയും കാലത്തിനിടയിൽ വണ്ണാൻ അമ്പുവിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ നടാടെ ഈ പെണ്ണ് പറയാണെന്ന് കരുതിക്കോ. ആ കത്തി താഴെ ഇട്ടിട്ടായിരുന്നു കുറച്ചേരം സംസാരിച്ച് നോക്കാമായിരുന്നു. അയ്യോ, എന്താ ഇവിടെ ലഹള കൂട്ടാതിരിക്കാൻ? ആ ചന്തമൂപ്പരില്ലാത്തപ്പോ ഷീട്ട് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള പ്ലാവിൽ നിന്നും ചക്ക പറിക്കണം. ശരി, ജന്മിയുടെ കൽപ്പന ഞങ്ങൾ അനുസരിക്കണം. നിങ്ങൾ എതിർക്കാതിരിക്കും. ആ ചക്ക പറിച്ചോട്ടെ. പറിക്കോ, ഞാനവന്റെ കൈയറിയും. അതൊന്നും വേണ്ട, നിങ്ങൾ അകത്ത് പോയിക്കോ. ചക്ക പറിച്ചോ. അങ്ങനെ വഴിക്ക് വരട്ടെ, അല്ലാതെ പിന്നെന്തോന്ന്. പക്ഷെ ഒരു കാര്യം, ആ പ്ലാവുണ്ടല്ലോ അതൊരു സത്യമുള്ളതാ. കുടിയിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. മാടൻ പ്ലാവിൽ കയറി എന്താ സംഭവിക്കാന്ന് അറിയാൻ പാടില്ല. ധൈര്യമുണ്ടെങ്കിൽ കയറി പറിച്ചു. പറിക്കും, മുഴുവൻ പറിക്കും. എന്താടാ അമ്പൂത? ഇതാണോ നിന്റെ ചക്ക പറിക്കൽ? നാനാരെ ചന്തു, എന്തോന്നാണ് ഇവിടെ ഭൂതം എന്നൊക്കെ പറയുന്നത്? നേരാണ് തമ്പുരാനെ, മാടൻ പ്ലാവിൽ ചിലപ്പോഴൊക്കെ ഭൂതമുണ്ടാവും. എന്താണ് എനിക്കൊന്ന് കാണുമല്ലോ. നീ പറ. അയ്യോ തമ്പുരാനെ, കയറാൻ അല്ലെങ്കിൽ നിന്റെ കാല് തല്ലിയ കുടിച്ചോളെ. തമ്പുരാനെ പിശാച്, അടിയൻ ചത്തുപോകും. നാനാരെ ഭൂതം ചന്തു വന്നിട്ട് മതി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഭൂതം. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. കയറാൻ എനിക്ക് ഇത്ര പേടിയാ. ചതിച്ചു എന്നാ തോന്നണേ. മാടത്തമ്മേ, തെറ്റാ പൊറുക്കണേ. നീയാണല്ലേടാ ഭൂതം. നടക്കടാ നടക്കടാ നടക്കടാ.